ഈ സീസണിലെ അവസാനത്തെ മാഞ്ചസ്റ്റർ ഡെർബിക്കായി കളമൊരുങ്ങുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഓൾഡ് ട്രാഫോർഡിൽ ഏറ്റുമുട്ടുകയാണ്. റിവേഴ്സ് ഫിക്ചറിൽ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ 2-1 ത്രസിപ്പിക്കുന്ന വിജയം നേടാൻ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. അമോറിം വന്നതിന് ശേഷമുള്ള ഒരു ഗംഭീര വിജയമായിരുന്നു അത്. അഹമ്മദിന്റെ ബ്രില്യൻസ് കാരണമായിരുന്നു ആ ഒരു വിജയം നേടാൻ യുണൈറ്റഡിന് സാധിച്ചത്. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം അവസാന 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് റെഡ് ഡെവിൾസ് അന്ന് ജയിച്ചു കയറിയത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നിലവിൽ ഇപ്പം പോയിന്റ് ടേബിളിൽ 13ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 13 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിലെ ഈ സീസണിൽ യുണൈറ്റഡ് പരാജയപ്പെട്ടിരിക്കുന്നത്. സിറ്റി ആണെങ്കിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവർക്കാണെങ്കിലും മോശം ഒരു സീസൺ തന്നെയായിരുന്നു. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് തിരിച്ചടികൾ സിറ്റി നേരിട്ടു. ഇപ്പം ടോപ്പ് 4ൽ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഗാർഡിയോളയുടെ ഒരു ലക്ഷ്യം. അതുകൂടാതെ തന്നെ FA കപ്പ് എന്നുള്ളൊരു കടമ്പയും അവർക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമോറിം തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഈ സീസണിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, അടുത്ത സീസണാണ് യുണൈറ്റഡ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതിനൊപ്പം നമുക്കറിയാം ഈ സീസണിൽ അവർക്ക് യൂറോപ്പ ലീഗിലാണ് അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം യൂറോപ്പ ലീഗിൽ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിന് എൻട്രി ലഭിക്കും. അത് യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. നിലവിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്ന യുണൈറ്റഡിന്റെ ചാമ്പ്യൻസ് ലീഗ് ഒന്നും ഇപ്പം സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി അവരുടെ ലക്ഷ്യം മുഴുവൻ ഈ ഒരു യൂറോപ്പ ലീഗിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും മാഞ്ചസ്റ്റർ ഡെർബി എന്ന് പറയുമ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയായിരിക്കും കാണുക. വലിയ ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഈ ഒരു സീസണിലെ ഒരു വിരോധാഭാസം യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് പലപ്പോഴും വമ്പൻ ടീമുകളോട്, അതിപ്പോൾ ലിവർപൂൾ ആണെങ്കിലും സിറ്റി ആണെങ്കിലും ആർസണലാണെങ്കിലും അവർക്കെതിരെ നല്ല ഒരു ഫൈറ്റ് കാഴ്ചവെക്കാൻ യുണൈറ്റഡിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിചാരിതമായിട്ട് താരതമ്യേന ദുർബലരെന്ന് വിശേഷിക്കപ്പെടുന്ന ടീമിനോട് പരാജയപ്പെടുന്നു, ഒരു ഗോളിനൊക്കെ പരാജയപ്പെടുന്ന അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് നന്നായിട്ട് കളിച്ചിട്ടും തോറ്റു. ആദ്യം തന്നെ ഒരു ഗോൾ വഴങ്ങി. പക്ഷെ അതിനുശേഷം 23 ഷോട്ടുകളും 6 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും യുണൈറ്റഡ് അടിച്ചു. 69% പൊസഷൻ യുണൈറ്റഡിനൊപ്പമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഒരു ഗോൾ തിരിച്ചടിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചില്ല. അത് തന്നെയാണ് ഈ സീസണിൽ റെഡ് ഡെവിൾസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ഫൈനൽ തേർഡിലെ പാളിച്ചകൾ തന്നെയാണ്. കാരണം ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഹോയ്ലൻഡ് ആണെങ്കിലും സെക്സി ആണെങ്കിലും ഗർനാച്ചോ ആണെങ്കിലും ഇവർക്ക് ആർക്കും കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നല്ലൊരു ഗോൾ സ്കോർ ഇല്ലാത്തത് യുണൈറ്റഡ് ശരിക്കും ബാധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡിഫൻസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും കുറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലിമിറ്റഡ് സ്ക്വാഡ് വെച്ചിട്ട് പലപ്പോഴും മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഫൈനൽ തേർഡിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസിനെ അമിതമായി ആശ്രയിക്കേണ്ട അവസ്ഥ തന്നെയാണ്. കാരണം ബ്രൂണോ കളിച്ചാൽ യുണൈറ്റഡ് വിജയിക്കുന്നു, അല്ലെങ്കിൽ ബ്രൂണോ ഒറ്റയാൾ പോരാട്ടം നടത്തി യുണൈറ്റഡിനെ വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മാസത്തെ മികച്ച താരമായൊക്കെ യുണൈറ്റഡിലെ ബ്രൂണോയെ തിരഞ്ഞെടുത്തു. അപ്പം യുണൈറ്റഡ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ബ്രൂണോയുടെ ഒരു പെർഫോമൻസ് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് സാഹചര്യം. അപ്പം എന്തായാലും ഈ ഒരു ടീമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു. 2-0 അവർ ലെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. അപ്പോൾ മാൻ സിറ്റി ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരേണ്ട സൂചനകളൊക്കെ നൽകുമെങ്കിലും പിന്നെ ഇടയ്ക്ക് അത് വീണ്ടും ഡിപ്പാവുന്നു. ആ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇപ്പം പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹാലൻഡിന്റെ അഭാവത്തിലും മർമോഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. മർമോഷ് ഇപ്പോൾ അവസാന 3 മത്സരങ്ങളും ഗോൾ നേടി. പ്രീമിയർ ലീഗിലാണെങ്കിൽ 5 ഗോളുകൾ സ്കോർ ചെയ്തു. അപ്പോൾ അതൊരു സിറ്റിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഗോളുകൾ കണ്ടെത്താൻ മർമോഷിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ ജാക്ക് ഗ്രീലിഷ് ഗോൾ നേടി. ഡിസംബർ 2023 ശേഷം പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ഗ്രീലിഷ് ഗോൾ നേടുന്നത്. അതുകൂടാതെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിൽ ലെസ്റ്ററിനെതിരെ കാഴ്ചവെക്കാൻ ഗ്രീലിഷിന് സാധിച്ചിട്ടുണ്ട്. ഡിഫൻസിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പല താരങ്ങളും ഇപ്പോഴും പരിക്കിന്റെ പിടിയിൽ തന്നെയാണ്. പാക്കയാണെങ്കിലും അക്കാൻജി ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഇവരാരും തിരികെ എത്തിയിട്ടില്ല. അപ്പം അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ പുതുതായിട്ട് വന്ന താരങ്ങൾ, ഇപ്പം മർമോഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുകൂടാതെ തന്നെ നിക്കോ ഗോൺസാലസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പിന്നെ ഡിഫൻസിലും കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ പോലെ വലിയ മിസ്റ്റേക്കുകൾ ഇപ്പോൾ കാണുന്നില്ല. അപ്പൊ അതൊക്കെ സിറ്റിക്ക് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പിന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേസൺ മൗണ്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നു, സബ്ബായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു. ഒരുപാട് കാലം പരിക്ക് കാരണം പുറത്ത് നിന്ന ഒരു താരമാണ് തിരിച്ചെത്തിയത്. മൗണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. അപ്പൊ മൗണ്ടിന്റെ ഒരു സാന്നിധ്യം യുണൈറ്റഡിന് ഒരു എഡീഷൻ തന്നെയാണ്. സ്ക്വാഡിന് കുറച്ചും കൂടി ഒരു ഡെപ്ത് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതുകൂടാതെ തന്നെ കോബി മൈനു ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സബ്ബായിട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിലീറ്റിന്റെ ഇഞ്ചുറിയാണ്. അപ്പം ഡിലീറ്റിന് ആംഗിൾ ഇഞ്ചുറിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം അദ്ദേഹത്തെ റിസ്ക് എടുത്ത് അമോറിയം കളിപ്പിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് യൂറോപ്പ ലീഗിലെ നിർണായക ക്വാർട്ടർ പോരാട്ടമൊക്കെ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡിലീറ്റിന് റെസ്റ്റ് കൊടുക്കാനാണ്
സാധ്യത. അപ്പോൾ ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഈ ഓൾഡ് ട്രാഫോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾഡ് ട്രാഫോർഡിൽ ഇനിയിപ്പോൾ ഏത് മോശം സീസണിലാണെങ്കിൽ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഓൾഡ് ട്രാഫോർഡിലും യുണൈറ്റഡ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 7 മത്സരങ്ങൾ ഓൾഡ് ട്രാഫോർഡിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആകെ പ്രീമിയർ ലീഗിൽ 13 മത്സരങ്ങൾ ഈ സീസണിൽ പരാജയപ്പെട്ടു. ഓൾഡ് ട്രാഫോർഡിൽ 7 മത്സരങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ ഒരു സാഡ് പാർട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച്. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു മത്സരത്തിനായി കാത്തിരിക്കാം.